ഹലോ, ഇത് നമുക്ക് പൈതഗോറസ് തിയറം എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് പൈതഗോറസ് തിയറം അല്ലെങ്കിൽ പൈതഗോറസ് സിദ്ധാന്തം? അപ്പോൾ ഒരു മട്ട ത്രികോണത്തിന്റെ 3 വശങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്ന സിദ്ധാന്തമാണ് പൈതഗോറസ് സിദ്ധാന്തം. അപ്പൊ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ പൈതഗോറസ് ആണ്. ഇത് കണ്ടുപിടിക്കുകയും തെളിയിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഈ സിദ്ധാന്തത്തിനെ പൈതഗോറസ് സിദ്ധാന്തം, പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മാത്സ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പൈതഗോറസ് സിദ്ധാന്തം അല്ലെങ്കിൽ പൈതഗോറസ് തിയറം. ഓക്കെ, നിങ്ങൾ PSCക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 8, 9, 10 ക്ലാസ്സുകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലായിക്കോട്ടെ, നിങ്ങൾ മാത്സ് പഠിക്കുന്നുണ്ടോ, നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗത്തിലിരിക്കുന്ന ഒരു തിയറം കൂടിയാണ് പൈതഗോറസ് തിയറം. അപ്പൊ എന്താണ് പൈതഗോറസ് തിയറം എന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മട്ട ത്രികോണം എന്താണെന്ന് അറിയണം. ഈ ഒരു ABCD കാണുന്നില്ലേ, ഇതാണ് മട്ട ത്രികോണം. മട്ട ത്രികോണം എന്ന് പറയുമ്പോൾ എന്താണ് മട്ട ത്രികോണത്തിന്റെ പ്രത്യേകത? ഒരു കോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഒരു കോൺ എന്തായിരിക്കും? 90 ഡിഗ്രി ആയ ത്രികോണങ്ങളെ നമുക്ക് മട്ട ത്രികോണങ്ങൾ എന്ന് പറയാം. ഒരു കോൺ 90 ഡിഗ്രി ആയ ത്രികോണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മട്ട ത്രികോണം. അപ്പൊ ഈ മട്ട ത്രികോണത്തിന്റെ ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത് ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള വശമായിരിക്കും, ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആയിരിക്കും. അപ്പൊ എതിരെയുള്ള വശമായിരിക്കും ഏറ്റവും വലിയ വശം. അപ്പൊ ഇതാണ് ഈ മട്ട ത്രികോണത്തിലെ ഏറ്റവും വലിയ വശം. ഏറ്റവും വലിയ വശത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? കർണം എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? കർണം എന്ന് വിളിക്കാം. ഏറ്റവും വലിയ വശത്തിനെ നമുക്ക് കർണം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്ത്? ഹൈപ്പോട്ടന്യൂസ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കാം. ഹൈപ്പോട്ടന്യൂസ്. ഇനി ഒരു പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഒരു ഹൈറ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ടാവും അല്ലെ, ഇങ്ങനെ കുത്തനെയുള്ള അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ സൈഡ് ഉണ്ട്. അപ്പൊ അതിനെ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഹൈറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം? ലംബവശം എന്ന് പറയാം. ലംബം, ലംബമാണെന്ന് പറയാം. പിന്നെ താഴത്തത് നമുക്ക് എന്ത് പറയാം? ബേസ് അല്ലെങ്കിൽ എന്താണ്? പാദം. താഴത്തെ വശം നമുക്ക് എന്ത് പറയാം? പാദവശം അല്ലെങ്കിൽ ബേസ് എന്ന് പറയാം. അപ്പം ഏറ്റവും വലുതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എതിരെ വരുന്ന വശമാണ് ഏറ്റവും വലുത്. അത് കർണം എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയാം. ഇനി ഇത് പാദം അല്ലെങ്കിൽ ബേസ്, ഇത് ഹൈറ്റ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ, ലംബം എന്ന് പറയാം. അപ്പൊ എന്താണ് പൈതഗോറസ് പറയുന്നത് എന്ന് വെച്ചാല്, ഏറ്റവും വലിയ വശത്തിന്റെ സ്ക്വയർ, വർഗം എന്ന് പറയുന്നത് ചെറിയ രണ്ട് വർഗങ്ങൾ, ചെറിയ രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും എന്നാ പറയുന്നത്. അതായത് എന്താ പറയുന്നതെന്ന് വെച്ചാല്, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നാണ് പൈതഗോറസ് പറയുന്നത്. അതായത് വലിയ വശത്തിന്റെ, അപ്പൊ നിങ്ങൾ കർണവും പാദവും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, വലിയ വശത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ചെറിയ രണ്ട് വശങ്ങളുടെയും സ്ക്വയറുകൾ കൂട്ടിയതായിരിക്കും. അതാണ് പൈതഗോറസ് തിയറം. ഓക്കെ ആണല്ലോ. ഇവിടെ വലിയ വശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ AB ആണ് വലിയ വശം അല്ലെ. AB സ്ക്വയർ സമം AB സ്ക്വയർ, പാദം എന്താ വരിക? BC അല്ലെ. BC സ്ക്വയർ പ്ലസ് ലംബം എന്താണ്? AC സ്ക്വയർ. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇനി നോക്ക്, ഇവിടെ എത്ര സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ഓരോന്നിന്റെ അളവ് തന്നിട്ടുണ്ട്. ABC എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ ഇത് ABC സെന്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? C സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ പാദം A ആണ്, A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ഇത്ര മാത്രമാണ്, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഈ ഒരു കാര്യം പഠിച്ചാല് നിങ്ങൾക്ക് ഈ പൈതഗോറസ് തിയറമായിട്ട് വരുന്ന എല്ലാ പ്രോബ്ലംസിനും നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാ നോക്കാം നമുക്ക്. ഒരു മട്ട ത്രികോണത്തിന്റെ അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, മട്ടത്രികോണം എങ്ങനെയും വരാം കേട്ടോ. നമ്മൾ ഇതൊരു മട്ടത്രികോണമാണ്, ഇവിടെ കാണുന്ന ഇതൊരു മട്ടത്രികോണമാണ്. ഇതിന്റെ മട്ടകോൺ അല്ലെങ്കിൽ ഈ 90 ഡിഗ്രി ഏതാണ്? ഇതാണ് 90 ഡിഗ്രി. ഈ ഒരു കോണാണ് 90 ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ എന്ത്? കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ്. ഇതാണ് ഇതിന്റെ എന്ത്? ഹൈറ്റ്, പെർപെൻഡിക്കുലർ എന്ന് പറയാം, അല്ലെങ്കിൽ ലംബം എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ എന്ത്? പാദം അല്ലെങ്കിൽ ബേസ്.
ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണാണ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം, എന്താ ഇവിടെ പറയാൻ പറ്റുന്നത്? ഇതാ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. ഇങ്ങനെയും പറയാം. എങ്ങനെ പറയാം? എ സ്ക്വയർ പ്ലസ് ചെറിയ രണ്ട് വശങ്ങളുടെയും സ്ക്വയറുകൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുക വലിയ വശത്തിന്റെ സ്ക്വയർ ആയിരിക്കും. ഇത്രയേ ഉള്ളത്. ലംബം സ്ക്വയർ അല്ലെങ്കിൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ, അല്ലെങ്കിൽ ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടിയാലേ വലിയ വശത്തിന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു, ഒരു മട്ടത്രികോണത്തിന്റെ കർണം കണ്ടുപിടിക്കണം. പാദം എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്, പാദം 4 സെന്റിമീറ്റർ, ലംബം 3 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ കർണം നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാ നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താ നമുക്കറിയാം. കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അല്ലെ? ലംബം സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. കർണം സ്ക്വയർ ഈക്വൽ ടു പാദം ഇവിടെ എത്രയാണോ 4, അല്ലെ? 4 സ്ക്വയർ പ്ലസ് ലംബം ഇവിടെ എത്രയാണ് 3 സ്ക്വയർ ആണല്ലോ തന്നിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 പ്ലസ് 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. അപ്പൊ ഈക്വൽ ടു 16ഉം 9ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 25 എന്ന് കിട്ടി. ഇത് കർണത്തിന്റെ സ്ക്വയർ ആണ് 25. ഒരു സംഖ്യയുടെ സ്ക്വയർ ആണ് 25 എങ്കിൽ സംഖ്യ ഏതായിരിക്കും? സംഖ്യ 5 ആയിരിക്കും. കാരണം 5ന്റെ സ്ക്വയർ ആണ് 25. അല്ലെങ്കിൽ സ്ക്വയർ സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും. അപ്പം കർണം സമം നമുക്ക് പറയാം, കർണം സമം റൂട്ട് 25 സമം എത്ര വരും? നമുക്ക് 5 എന്ന് ഉത്തരം കിട്ടും. അപ്പം 4ഉം 3ഉം 5ഉം ആയിരിക്കും ഈ മട്ടത്രികോണത്തിന്റെ വശങ്ങൾ. ഓക്കെ ആണല്ലോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. വേറൊരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, ഒരു മട്ടത്രികോണത്തിന്റെ കർണം 10 സെന്റിമീറ്റർ ആയിക്കോട്ടെ. കർണം 10 സെന്റിമീറ്റർ, ലംബം 6 സെന്റിമീറ്റർ. ഓക്കെ, കർണം 10 സെന്റിമീറ്റർ ആണ്, ലംബം 6 സെന്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് പാദം. ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ തിരിച്ചു എഴുതാം. എങ്ങനെയാ എഴുതാം? ഇതാണ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ, ഇങ്ങനെ എഴുതാം. അപ്പൊ പാദം സ്ക്വയർ എത്രയാണ്? അറിയില്ല, അല്ലെ? അപ്പൊ നമുക്ക് പാദം സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം പാദം സ്ക്വയർ അങ്ങനെ തന്നെ എഴുതാം. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അറിയാവോ? അറിയാം. ലംബം സ്ക്വയർ എത്ര തന്നിട്ടുണ്ട്? 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ 6 സ്ക്വയർ ഈക്വൽ ടു കർണം അറിയാവോ? കർണം അറിയാം. എത്രയാണ്? 10 സെന്റിമീറ്റർ. 10 സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് 6ന്റെ സ്ക്വയർ എത്രയാണ്? 6 36. സ്ക്വയറിനെ പറ്റി ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്, സ്ക്വയറും റൂട്ടും. അപ്പൊ അതിന്റെ പിന്നെ ക്രിയകളും ഒക്കെ കൂടി ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കാണാത്തവർ പോയി കാണുക. അപ്പൊ 10ന്റെ സ്ക്വയർ എത്രയാണ്? 100. ഇനി ഈ പ്ലസ് 36 സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. പ്ലസ് 36 സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ മൈനസ് ആവും എന്ന് വിചാരിക്കാം. അപ്പം പാദം സ്ക്വയർ ഈക്വൽ ടു 100 മൈനസ് 36 ഈക്വൽ ടു എത്രയാണോ? 100ന്ന് 36 കുറച്ചാൽ എത്രയാണ്? 64, അല്ലെ? അപ്പൊ പാദം എത്രയാണ്? ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് 64? അല്ലെങ്കിൽ പാദം സമം സ്ക്വയർ സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ എന്താവും? പാദം സമം സ്ക്വയർ സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ റൂട്ട് ആവും. റൂട്ട് 64 എത്രയാണല്ലോ? 8 ആണ്, അല്ലെ? 8 64. അപ്പോ ഈ പാദവശം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 ആയിരിക്കും. അപ്പൊ നമുക്കിനി കർണം കാണേണ്ട നമ്മൾ ചെയ്തു, അതേപോലെ തന്നെ പാദം കണ്ടുപിടിച്ചു. ഇനിയിപ്പോ ലംബം കണ്ടുപിടിക്കേണ്ട ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. അപ്പൊ കർണം തന്നിരിക്കുന്നത് ഒരു 13 ആണ്, 13 സെന്റിമീറ്റർ. കർണം ഒരു 13 സെന്റിമീറ്റർ ആണ്, പാദം ഒരു 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലംബം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു എന്താന്ന് പറയാം? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പൊ പാദം ഇവിടെ എത്ര നിങ്ങൾക്ക് അറിയാം? 5 ആണ്, അല്ലെ?
5 സ്ക്വയർ പ്ലസ് ലംബം അറിയില്ല ലംബം സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു 13 സ്ക്വയർ. അപ്പം പ്ലസ് 5 സ്ക്വയർ എത്രയാണ് 25 ഇല്ല 25 പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു എത്ര കിട്ടി നമുക്ക് 13ന്റെ സ്ക്വയർ എത്രയാണ് 169. 1 മുതൽ 25 വരെ സ്ക്വയർ കാണാതെ പഠിച്ചോളെ. അപ്പം 25ന്റെ പ്ലസ് 25 അല്ലേ ഇവിടെ ഉള്ളത്, ഇവിടെ ലംബം ഉണ്ട് അല്ലെ, ലംബം സ്ക്വയർ. അപ്പൊ പ്ലസ് 25 സമയത്തിന്റെ അപ്പുറം മൈനസ് 25ആണ്. അപ്പൊ ഇവിടെ എന്താ വരിക ലംബം സ്ക്വയർ സമം 169 മൈനസ് 25 എന്ന് പറയുന്നത് എത്രയാണ് 144. അപ്പൊ ലംബം എത്രയായിരിക്കടോ, ഏതിന്റെ സ്ക്വയർ ആണ് 144 12ന്റെ സ്ക്വയർ. അപ്പൊ ലംബം എത്രയാന്ന് കിട്ടി നമുക്ക് 12 കിട്ടി, ലംബം 12. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് പൈതഗോറസ് തിയറവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇക്വേഷൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾക്ക് ഓരോന്നും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കർണത്തിന്റെ സ്ക്വയർ അല്ലേ, സ്ക്വയർ സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ എന്താവും റൂട്ട് ആവും. അപ്പം നമുക്ക് പറയാം കർണം സമം എന്ത് വരും റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇങ്ങനെ പഠിച്ചു വെക്കാം, കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇനി പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ ആണല്ലോ. അപ്പോ ഈ പാദം സ്ക്വയർ എന്ത് വരും, പാദം സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ആണല്ലോടോ. പ്ലസ് ലംബം ഇപ്പുറം വരുമ്പോൾ മൈനസ് ആവും, ലംബം സ്ക്വയർ ഇങ്ങനെ എഴുതാം. ഈ പ്ലസ് ലംബം സ്ക്വയർ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും മൈനസ് ആവും. അപ്പൊ എന്ത് വരും ഈ സ്ക്വയർ അപ്പുറം പോകുമ്പോൾ റൂട്ട് ആവും. അപ്പൊ എന്ത് വരും നമുക്ക് പാദം സമം റൂട്ട് ഓഫ് എന്ത് വരും കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. ഓക്കെ ആണല്ലോ, ഇങ്ങനെ വരും. ഇനി ലംബം സ്ക്വയർ കണ്ടുപിടിക്കാൻ തന്നെ എന്താണ് ലംബം ഈക്വൽ ടു എന്ത് വരും, ലംബം ഈക്വൽ ടു റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ഓക്കെ, അപ്പോ ഇങ്ങനെ നമുക്ക് പറയാം ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഇനി ബേസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഹൈറ്റ് സ്ക്വയർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സ്ക്വയർ. ലംബം അതായത് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഹൈറ്റ് ഈക്വൽ ടു എന്ത് പറയാം നമുക്ക് റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ആക്കി എടുക്കാം. ഓരോ ഇക്വേഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിക്കാം. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലെങ്കിൽ ഈ ഒരു കാര്യം മാത്രം, നിങ്ങൾ ഇക്വേഷൻ ഒന്നും പഠിക്കണ്ട, ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടിയാൽ വലിയ വശത്തിന്റെ സ്ക്വയർ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ പൈതഗോറസ് തിയറം. അപ്പൊ ഇത് നിങ്ങൾക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.